മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പത്രസമ്മേളനങ്ങളിൽ ആയുസ്സില്ലാത്ത കള്ളങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ MDMA കേസിലെ പ്രതികളുമായി തനിക്ക് ബന്ധമില്ലെന്നും ആ ബന്ധമുണ്ടായത് അദ്ദേഹം വളരെ വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നവകേരള സദസ്സിൽ അടികൊണ്ട പിള്ളേരായിരുന്നു. അപ്പോൾ അടികൊണ്ട പിള്ളേർ എന്നുള്ള നിലക്ക് ഒന്ന് ചേർത്ത് നിർത്തിയതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് നടന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയാണ്. അതിൽ എറണാകുളത്ത് നടന്നത് 7 മുതൽ 10 തീയതി വരെയാണ്. അപ്പോൾ അന്ന് മുതലാണ് അദ്ദേഹത്തിന് പരിചയമെങ്കിൽ ഇദ്ദേഹവുമായിട്ടുള്ള ഫോട്ടോകൾ 2023 മുതൽ വേണം വരാനായിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് 2021 മുതലുള്ള ഫോട്ടോകൾ ഇവരുമായി ചേർന്നതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റിൽ തന്നെ പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്, എനിക്ക് വലിയ സന്തോഷമുണ്ട്, ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇത് എന്താണെങ്കിലും ആകെ തകർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുശേഷം ഇതിലേറ്റവും അദ്ദേഹം കൃത്യമായി പറയാൻ ശ്രമിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചും അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വന്ദേ മാതരം മുഴുവൻ പാടണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയമമുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതും യഥാർത്ഥത്തിൽ ഒരു കള്ളമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. അതിനുശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രമിച്ചത് എന്ന് പറയുന്നത് ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അതിൽ പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ലയണൽ മെസ്സി ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗൗരവമായി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ തന്നെ ഗുരുതരമായ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. പകരം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UEFA കരാറിൽ ഏർപ്പെടാൻ അനുമതിയുടെ പ്രൊസീജിയർ എന്താണ്, അതായത് പ്രൊസീജിയർ ലാപ്സസ് ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ താല്പര്യപത്രങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്, ഒരു കമ്പനിക്ക് കൊടുത്തു, ആ കമ്പനിയുടെ വിപണി മൂല്യമോ അതോ സാമ്പത്തിക ശേഷിയോ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സ്രോതസ്സോ ഒന്നും തന്നെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ പത്രമൊക്കെ ഉയർത്തിയതുപോലെ ചാരക്കേസിൻ്റെ പോലെയുള്ളൊരു പുകമുറ ഉയർത്താൻ ശ്രമിച്ചതിനെ വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുക കൂടിയാണ് മുഖ്യമന്ത്രി ചെയ്തേക്കുന്നത്. അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം പരിഗണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് പരാതി കിട്ടിയപ്പോൾ തന്നെ, അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം, പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ പൂട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അതിന്മേൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു പരാതി കിട്ടിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന രീതിയിൽ ഈ പറയുന്ന വളരെ സഹായിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിപ്പിച്ചതായിരിക്കാം ചില മാധ്യമങ്ങളെ കൊണ്ട്. ഒന്ന് ലയണൽ മെസ്സിയുടെ വിവാദത്തെക്കുറിച്ച് ചോദിച്ചു. രണ്ടാമത്തേത് ചോദിച്ചത് GST എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചോദിച്ചു. GSTയെ കുറിച്ച് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടയാൾ അദ്ദേഹമാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല ധനമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്, കൂടാതെ GSTയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഇതിൻ്റെ കാര്യത്തിൽ നോട്ടീസ് കൊടുത്തിരുന്നു 2 തവണ, പക്ഷേ 7 മാസത്തേക്ക് അന്വേഷണം മരവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ഇതിൻ്റെ വളരെ കൃത്യമായി ഇതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറുനാടൻ ഷാജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് TI മധുസൂദനൻ, അതായത് CPMൻ്റെ MLA ആയിരുന്ന, ഇത്തവണ തോറ്റുപോയിട്ടുള്ള TI മധുസൂദനൻ, കണ്ണൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. ആ MLAയുടെ ഭാര്യ GST വകുപ്പിലെ ഉന്നതയായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. ആ ഉന്നതയായിട്ടുള്ള ഉദ്യോഗസ്ഥയുടെ കീഴിലാണ് ഇത്തരം അന്വേഷണം നടന്നിരുന്നത്. അതുകൊണ്ടായിരിക്കാം മിക്കവാറും അവിടെ സീറ്റ് പോലും ഈ TI മധുസൂദനന് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള നിലക്ക് വലിയ ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനോട് ചേർത്ത് വെച്ചിട്ടുകൊണ്ട് ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ
കാര്യങ്ങൾ ഏതാണ്ട് കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലീക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടും ആ റിപ്പോർട്ടിന്മേൽ എന്താണ് ഒരു നരേഷൻ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ധനമന്ത്രി കൂടിയാണ്, നടപടിയെടുക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെ വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറയുന്നത് അന്വേഷണം ധനകാര്യ വകുപ്പ് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ്. ഇത് ഗുരുതരമായ ആരോപണങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഈ വേർഡിങ്ങിൻ്റെയൊക്കെ വളരെ കൺസ്ട്രക്ഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതേതോ ഏജൻസികൾ വളരെ കൃത്യമായി എഴുതി കൊടുത്താണ്. അദ്ദേഹം പറയുന്നത് FCRA വേണോ, ഏത് കേന്ദ്ര ഏജൻസികൾ വേണോ, അങ്ങനെ എങ്ങനെയാണ് ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആലോചിച്ച് ഏത് അന്വേഷണം എന്നുള്ളത് തീരുമാനിക്കും. കൂടാതെ അദ്ദേഹം ഒരു ചെറിയ ഭീഷണി കൂടി പറയുന്നൊരു കാര്യം, സ്പോൺസർ എങ്ങനെ പണം സ്വരൂപിച്ചു എന്നുള്ളത് കൂടി ആലോചിക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് ചുരുക്കം. അതായത് മനോരമയുടെ വാർത്ത വരുന്നു, 2 ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ കൃത്യമായിട്ട് വാർത്ത വരുന്നു. ഈ മീഡിയ വണ്ണും അതുപോലെ തന്നെ മറുനാടനും അടക്കമുള്ള ചാനലുകൾ ഇത് ഏറ്റെടുക്കുന്നു. അതിനുശേഷം മാതൃഭൂമിയും മനോരമയും എല്ലാം ഏറ്റെടുക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് എന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ. അവരുടെ ക്രെഡിബിലിറ്റി ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കാരണം ഈ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും ഏറ്റവും ശക്തമായി എതിർക്കുന്നത് റിപ്പോർട്ടർ TV ആണ് എന്നുള്ളത് പറയാതെ വയ്യ. അത് നേരത്തെ തന്നെ കോൺഗ്രസിനെയും അവർ എതിർത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുഭവം മുതൽ നിങ്ങൾക്കുണ്ടാവാം. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ടർ ചാനലിലെ പല ആളുകളും തന്നെ പറഞ്ഞതാണ്. ആൻഡ് ഓഗസ്റ്റിൻ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതാണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരികൾക്കിടയിലൂടെ വായിക്കുന്ന വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് ഏതാണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആം ആദ്മിയുടെ പാർട്ടിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. അതേ അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുകയും അവരുടെ പാർട്ടിയെ തന്നെ തകർക്കുകയും ചെയ്തത് നമ്മൾ മറന്നു പോകരുത്. ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണിത് പറഞ്ഞത്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ് എന്നുള്ളത് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. മറ്റൊരു രസകരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് PM മനോജിൻ്റെ. അത് മുഴുവൻ ഞാനിവിടെ വായിക്കുന്നില്ല. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രസിഡൻ്റ് ആയപ്പോൾ ശരാശരി ഒരു ദിവസം 21 നുണകൾ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും അത് പിന്നീട് ഏതാണ്ട് 39 നുണകൾ വരെ എത്തിയെന്നും ഇന്ന് നമ്മൾ ഏത് സെർച്ച് എഞ്ചിനോടും ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 30,573 നുണകൾ പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് കാണിക്കുമെന്നും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മത്സരിക്കുന്നത് ഇതേ ഡൊണാൾഡ് ട്രംപിനോടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ മുൻ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള CPM കാരനായിട്ടുള്ള ദേശാഭിമാനിയിൽ വർക്ക് ചെയ്തിരുന്ന PM മനോജാണ്. അതുകൂടി എനിക്ക് വളരെ രസകരമായി തോന്നി. അപ്പോൾ അത് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ നമുക്ക് അഭിമാനിക്കാം എന്നാണ് PM മനോജ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി എന്താണെങ്കിലും മത്സരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ധൃതംഗ പുളകിതരാകാം എന്നാണ് അദ്ദേഹം നമ്മളെ ഉപദേശിക്കുന്നത്. തൽക്കാലം നമുക്ക് ആ സന്തോഷത്തിൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം.